ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കൊല്ലമാണ് 2026 എന്ന് പറയുന്നത്. വാട്സ്ആപ്പ് ഗേസ് ബോക്സ്മെന്റ് നാസമാണ്. ഒരുപാട് നാളായിട്ട് ഒരുപാട് ആളുകൾ പേഴ്സണൽ ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്. അതിനുള്ള ആൻസറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അതുമായി ചെയ്യേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഇത്തവണ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 753 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 100 കേസുകൾ FIR ഇട്ടിട്ടുണ്ട്. 15 ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 2026 ആദ്യത്തെ പി ഹണ്ടിന്റെ ഭാഗമായിട്ട് 15 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഇത്തവണയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ വന്നിരിക്കുന്നത്. 19 വയസ്സുള്ള എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു പയ്യനെ കൂടി ഇത്തവണ അറസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തിരിക്കുന്ന 19 വയസ്സുള്ള ഈ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും ഏകദേശം 29 ഡിവൈസുകളാണ് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഏകദേശം 49 സ്ഥലങ്ങളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇതേപോലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂര്, മലപ്പുറം, കോഴിക്കോട് ഈ സ്ഥലങ്ങളിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രായം കൂടിയ ആളെന്ന് പറയുന്നത് 45 വയസ്സുള്ള ആളാണ്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ഏറ്റവും കൂടുതലായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് IT പ്രൊഫഷണൽസും അതേപോലെ വിദ്യാർത്ഥികളെയും തന്നെയാണ്. ഏറ്റവും കൂടുതലായിട്ട് പി ഹണ്ടിന്റെ ഭാഗമായിട്ട് ചൈൽഡ് പോൺസ് ഒക്കെ കണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തവണ കേരള പോലീസും ഇന്റർപോളും ഒരു പ്രത്യേക വിഭാഗത്തിനെ തന്നെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ട്രാക്കിംഗ്, ലൈവ് ട്രാക്കിംഗ്, IP ട്രാക്കിംഗ് ഏറ്റവും കൂടുതൽ സജ്ജീകരണത്തോടു കൂടി ഇത്തരത്തിലുള്ള ഡാറ്റ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫയൽസ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ USB മെമ്മറി കാർഡ്, ഹാർഡ് ഡിസ്ക് ഒക്കെ കയ്യിൽ കിട്ടി അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയ ഏറ്റവും നൂതനമായിട്ടുള്ള സജ്ജീകരണങ്ങളോട് കൂടി തന്നെയാണ് ഇത്തവണ പോലീസും ഇന്റർപോളും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പിടി ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആകും. ഇത്തവണ പി ഹണ്ടിനെ പോലീസും ഇന്റർപോളും പേരിട്ടിരിക്കുന്നത് 26.1 എന്നാണ്. അതായത് 2026 ആദ്യത്തെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2025 സെപ്റ്റംബറിലായിരുന്നു അവസാനമായിട്ട് രേഖപ്പെടുത്തിയിരുന്നത്. നോർമലി 4 മാസം കൂടുമ്പോഴാണ് പി ഹണ്ടിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇത്തവണ ഇത് 5ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ 6ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, നോർമലി 4 മാസം കൂടുമ്പോൾ പിടിച്ചു കഴിയുമ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഈ 4 മാസം തന്നെയാണ് ഇത്തരത്തിൽ പി ഹണ്ടിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതെന്ന് സ്വാഭാവികമായും വിചാരിച്ചിരിക്കും. പക്ഷേങ്കിൽ ഇത്തവണ അതിലെല്ലാം മാറിക്കൊണ്ട് 2 മാസം കൂടി വൈകിയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളെ നിരീക്ഷിക്കാനും അതേപോലെ തന്നെ അവരിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വേണ്ടിയാണ് ഇത്തവണ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസും ഇന്റർപോളും തമ്മിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരിക്കലും ചൈൽഡ് പോൺ കാണുന്ന ആളുകളെയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളെയോ ഇല്ലീഗൽ സൈറ്റിലൊക്കെ കയറുന്ന ആളുകളെയോ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ നോർമൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഇപ്പോൾ കോടതിയുടെ വിധിയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഉറപ്പായിട്ടും ചൈൽഡ് പോൺ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായുള്ള അബ്യൂസിലുള്ള അത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ റേപ്പ് തരത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായ തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുന്ന കുറച്ച് കാറ്റഗറിയിലുള്ള വീഡിയോസ് കാണുന്ന ആളുകളെ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പി ഹണ്ടിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും 2026 ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. എന്താണ് പി ഹണ്ട്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ ഐഡിയയും കിട്ടുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.